ലൈവ് ഫിഷ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. റെഡ് ഇയർ കോയിന്റെ 10 പേരാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ബോക്സ് കളക്ട് ചെയ്ത് വണ്ടിയിലാക്കി നേരെ വീട്ടിലേക്ക് പോയി ബോക്സ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകണം. നമ്മുടെ പെട്ടി തുറന്നപ്പോൾ തന്നെ ഞാനത് ഞെട്ടിപ്പോയിട്ടോ. കാരണം ഈ പെട്ടി തുറന്നപ്പോൾ തന്നെ അതിനകത്ത് 2 കാലി ബോക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ജസ്റ്റ് നമ്മുടെ മീനുകൾക്ക് ഷേക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ആഡ് ചെയ്തതാണ്. കാലിപ്പെട്ടികളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ അതിന്റെ അടിയിൽ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ ഫിഷുകളൊക്കെ ഇരുന്നിരുന്നത്. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ വെറും ന്യൂസ് പേപ്പർ അല്ല, പ്ലാസ്റ്റിക് കവറിന്റെ അകത്ത് ന്യൂസ് പേപ്പർ നനച്ച് നമ്മുടെ ഫിഷുകൾക്ക് മാക്സിമം ചൂട് തട്ടാതിരിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ 10 പേര് റെഡ് ഇയർ കോയി എന്ന് പറയുമ്പോൾ 20 പീസ് ഉണ്ട്. 20 പീസും 20 കവറിലായിട്ടായിരുന്നു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് ഇവരെ റിലീസ് ചെയ്യാനാണ് കേട്ടോ. എല്ലാ പാക്കറ്റുകളും നമ്മൾ അങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പ്ലാറ്റിനം റെഡ് ഡംബോയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയ ലൈനാണ്. നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ടായത് പഴയ ലൈനാണ്. അപ്പോൾ അതൊന്നും ലൈൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ലൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരത്തെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്ന റെഡ് ഇയർ കോയിന്റെ പാക്കറ്റുകളെല്ലാനും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കിയുള്ള നമ്മുടെ ഗപ്പിയുടെ വിശേഷങ്ങളും റെഡ് ഇയർ കോയിന്റെ ഗ്രോത്തും കാര്യങ്ങളും ബ്രീഡിങ്ങും എല്ലാം നമ്മൾ ഇനി വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.